ഹലോ ഹായ് അസ്സലാമലൈക്കും. ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് മുള്ളരിങ്ങാട് ആണ്. വണ്ണപ്പുറം മുള്ളരിങ്ങാട്. എന്നാൾ നമ്മുടെ ഒരു കുട്ടിയൊരാന തെറ്റിക്കൊന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയാണ് ഞാനുള്ളത്. അവിടെ വീട്ടിൽ വന്നേക്കണെയാണ്. ഇവിടെ നിന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ആന മാത്രമല്ല കേട്ടോ, ഇവിടെ ഈ കാട്ടിലിപ്പോൾ പുലിയും ചെന്നായും ഒക്കെ ഉണ്ട്. എല്ലാവരും പേടിച്ചൊക്കെയാണ് കിടക്കുന്നതും ഒക്കെ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ എല്ലാം പോയിട്ട് ഞാൻ പിന്നെയും ചാനൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആർക്കും വ്യൂസൊന്നും കാണിക്കുന്നില്ല ഗൈസ്. അതെന്താണെന്ന് അറിയില്ല. എനിക്ക് ആകെ വിഷമമാണ്, ടെൻഷനാണ്. ഇപ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുവാണ്, എന്തിനാണ് വീഡിയോസൊക്കെ കളഞ്ഞതെന്ന് ചോദിച്ചിട്ട്. ഇതും ആരൊക്കെ കാണുമെന്നറിയില്ല, എങ്കിലും ഞാൻ എപ്പോഴും വീഡിയോസ് ഇടുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ എനിക്ക് സബ്സ്ക്രൈബോ ലൈക്കോ ഒന്നും കയറി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോസ് കളയണ്ടായിരുന്നു എന്നിപ്പോൾ എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെ നല്ല രസമാണ് കേട്ടോ. ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ മുറ്റത്തിറങ്ങിയിരിക്കാനും കുറേ ബബ്ലൂസ് നാരങ്ങയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇവിടെ ഇതാണ് കിണറാണിത്, മുറ്റം. ഇവിടെ തൊട്ടടുത്താണ് ആന കൊന്ന കൊച്ചിൻ്റെ വീട്. പിന്നെ ഇതും ഒരു ചാമ്പയാണ് കേട്ടോ, ദൽഹാരി ചാമ്പ എന്ന് പറയും. നമ്മുടെ ലോകത്തിലെ ഏറ്റവും കൂടിയ മധുരം കൂടിയ ചാമ്പയില്ലേ, അതാണ്. അതിവിടെ ഇപ്പോൾ ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ളൂ, പൂവിട്ടിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഉണ്ടാവും ബഡ് പ്ലാവാണ് നിൽക്കുന്നത്. പ്ലാവ് കാച്ചിട്ടില്ല, വെച്ചിട്ടുള്ളൂ. പിന്നെ ആ നിൽക്കുന്നത് ഈ മരത്തിൻ്റെ എല്ലാത്തിനും പേരറിയില്ല, പക്ഷെ എല്ലാത്തിലും നിറച്ച് ഉണ്ടായിട്ടുണ്ട്. ആണോ? ഇത് അബിയു കേട്ടോ. ഞാൻ കണ്ടു ആ ചെറിയ ചാമ്പ. നമ്മുടെ അറബിപ്പഴമാണ് അബിയു ഉണ്ട്, നിറച്ചുണ്ടായിരുന്നു. മോള് വന്നപ്പോൾ എനിക്ക് കുറേ കൊണ്ടുപോയി തന്നായിരുന്നു വീട്ടിൽ. നന്നായിട്ട് കായ്ക്കുന്നുണ്ട് ഇതൊക്കെ എൻ്റെ മേടിച്ച് വെച്ചതാണ് മരുമോൻ. ഇതിനകത്ത് ഒക്കെ എപ്പോഴും കായ്ക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന വേറൊരു ചാമ്പയാണ് കേട്ടോ. അതുണ്ട് അതിൻ്റെ ഇടയിലൊരു റോസ് കളറുള്ളൊരു ചാമ്പയുണ്ടാണ്. നമ്മുടെ സാധാ ചാമ്പയല്ല അത്. ഇത് കോഴിക്കോടിൻ്റെ അപ്പുറത്തായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് എനിക്ക് ശരിക്കും പിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരു മുള്ളമ്പഴം നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ ക്യാൻസറിനൊക്കെ കൊടുക്കുന്നൊരു എന്തൊരു മുള്ളമ്പഴത്തിൻ്റെ പേരുണ്ടല്ലോ, അതാണ് കേട്ടോ അവിടെ പൂത്ത് നിൽക്കുന്നത്. ഈ സമയമായതുകൊണ്ട് എല്ലാത്തിൻ്റെയും പൂവിടുന്നുള്ളൂ. ഇതും ഒരു ചാമ്പയാണ് കേട്ടോ. ഈ ചാമ്പയുടെ പേര് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ട്. ഈ ചാമ്പയുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതും ചാമ്പയാണ്, ഇതും പൂവിട്ടിട്ടുണ്ട് പതുക്കെ. ഇതൊക്കെ മേടിച്ച് വെച്ചിട്ട് ബഡായതുകൊണ്ട് മേടിച്ച് വെച്ചേ ഉള്ളൂ. ഒരു വർഷമാണേക്കും എല്ലാം കാച്ചു. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ആകെ ചാമ്പകൾ ഇപ്പോഴാണ് കാച്ചു തുടങ്ങിയത്. പിന്നെ ചെറുനാരങ്ങയാണ് കേട്ടോ ഇത്. വേണ്ട, ചെറുനാരങ്ങ നല്ല മണമുണ്ട് കേട്ടോ ചെറുനാരങ്ങയ്ക്ക്. ഇത് നല്ല ചെറുനാരങ്ങ കുറേ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഇതൊരു സീസണിലാണ് ഇതിൻ്റെയൊക്കെ ഉണ്ടാവുന്നത്. ഈ ബഡായതുകൊണ്ട് പല ഇതായിട്ടാണ് ഉണ്ടാകുന്നത്. എല്ലാ തരത്തിലെ മുളകുകളൊക്കെ ഉണ്ടാവും. മുളകുകൾ, കൊക്കോ, പ്ലാവ്, ഈ 7 സെൻറ്റിൽ എന്തൊക്കെ വയ്ക്കാവോ അതെല്ലാം എൻ്റെ മരുമോനിനകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട്. റംബൂട്ടാൻ, അബിയു, മുട്ടപ്പഴം, ചാമ്പ പല സൈസുണ്ട്. ഇതൊക്കെ എല്ലാവരും കാണുവാണെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോസ് എനിക്ക് എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയത്, അതിൽ ഇതായിട്ട് എനിക്കൊരു തിരിച്ച് വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കൊരുപാട് ലക്ഷ്യങ്ങളുണ്ട്. എൻ്റെ യൂട്യൂബിൽ നിന്ന് എനിക്കൊരു വരുമാനം കിട്ടണം എന്നൊരാഗ്രഹവുമുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.
അസ്സലാമലൈക്കും. ഈ പേര തായ്ബാൻ എന്നാണ് കേട്ടോ ഈ പേരുടെ പേര്. ഇതിനകത്ത് ഞങ്ങൾ ഇന്നാളിവിടെ വരുമ്പോൾ നല്ല വലിയൊരു പേരക്ക ഉണ്ടായിരുന്നു, 2-3 പേരക്ക ഉണ്ടായി. ഇപ്പോൾ ഇതിനകത്ത് പേരക്ക കായ്ക്കണ സമയമല്ല. അതിൻ്റെ തന്നെ വേറൊരു പേര ഇവിടെ ഉണ്ട്, ഇതിനകത്ത് കാച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. അതുണ്ടാവും പേര കാച്ചു നിൽക്കണം. തായ്ബാൻ പേരയാണ്, തായ്ബാൻ. ഇതാണ് ഇതും ബഡാണ്, എല്ലാം ബഡാണ്. ഇവിടെ ഇതായതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് കായ്ക്കും. അത് കറിവേപ്പാണ് നിൽക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ റംബൂട്ടാനാണ് കേട്ടോ. ഇപ്പോൾ റംബൂട്ടാൻ്റെ സമയമല്ല, ഇതെല്ലാം നന്നായിട്ട് കായ്ക്കുന്നതാണ് കേട്ടോ ഇവിടെ ഈ സമയത്ത്. ഇതെൻ്റെ ഉണ്ടോ ഇവിടുത്തെ കോഴിക്കൂടാണ് കേട്ടോ. കോഴിക്കുഞ്ഞുങ്ങൾ വളർത്തുന്നുണ്ട് കണ്ടോ, കോഴിക്കുഞ്ഞുങ്ങൾ നടക്കുന്നുണ്ടോ. പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇത് ചാമ്പയാണ് കേട്ടോ ഗൈസ്. അത് കൊക്കോയാണ്. എല്ലാ മരങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ, എല്ലാം ഉണ്ട്, എല്ലാ മരങ്ങളും ഉണ്ട്. ബഡാണ് കേട്ടോ എല്ലാം. ഇതുണ്ടോ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന കോഴിക്കൂടാണ്. കണ്ടോ എൻ്റെ മോൻ കോഴികളെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോന്, അവൻ വളർത്തുന്നതാണിത്. അതാണ് കോഴിക്കൂട്. കോഴികൾ ഇവിടെ ഇട്ട് വളർത്തും. ഇപ്പോൾ കുറേ കോഴികൾ ഈ അസുഖമായതുകൊണ്ട് മരിച്ചു പോയി. ഇനി ഒരു 5-10 കോഴിയേ ഉള്ളൂ. കുറേയൊക്കെ കൂട്ടിലുണ്ട്, കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇതേ കണ്ടോ, ഒക്കെ കോഴിയാണ് കേട്ടോ. പിന്നെ ബഡിൻ്റെ പ്ലാവാണ് നിൽക്കുന്നത്. ചക്ക ഈ പ്രാവശ്യം ഉണ്ടായിട്ടില്ല, വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ നമ്മുടെ എന്താ ഒരു അറബിപ്പഴം ഉണ്ടല്ലോ. ഹലോ ഗൈസ്, ഉണ്ടോ എല്ലാം നാരങ്ങ ബബ്ലൂസാണ് കേട്ടോ. ബബ്ലൂസ് നാരങ്ങ. എല്ലാ സ്ഥലത്തേക്കും ഈ നാരങ്ങ എന്താ പറയുന്നത് അറിയില്ല, ഇവിടെ ബബ്ലൂസ് എന്നാണ് പറയുന്നത്. ഇതെല്ലാം കുറേ ഉണ്ടായി പഴുത്ത് കിടക്കുന്നുണ്ടാവും, കുറേ ഉണ്ട് കേട്ടോ. ഈ മരം നിറച്ച് ബബ്ലൂസ് നാരങ്ങയാണ് കേട്ടോ. പക്ഷേ ഈ വീട്ടുകാരങ്ങനെ പറിക്കുകയൊന്നുമില്ല, എങ്കിലും നമുക്കൊക്കെ ആവശ്യത്തിന് പറിക്കാം, തിന്നുകയൊക്കെ ചെയ്യാം. അങ്ങനെ അപ്പോൾ ഇതാണ് കേട്ടോ ബബ്ലൂസ് നാരങ്ങയുടെ മരം. ബബ്ലൂസ് നാരങ്ങയ്ക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ ചാനൽ എനിക്ക് തിരിച്ച് കിട്ടണം. എൻ്റെ ചാനൽ എനിക്കുണ്ട്, എൻ്റെ പോയ വീഡിയോസൊന്നും ഇനി തിരിച്ച് കിട്ടില്ലല്ലോ. എങ്കിലും ഇനി ഞാനിടുന്ന വീഡിയോസ് എല്ലാവരും കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചാനലൊന്ന് കയറി വരാൻ എനിക്ക് എല്ലാവരും സപ്പോർട്ട് ആവശ്യമാണ്. എനിക്ക് വളരെ അത്യാവശ്യമായ കുറേ ലക്ഷ്യങ്ങളോട് കൂടി ഞാൻ തുടങ്ങിയ ചാനലായിരുന്നു. എൻ്റെ ചാനൽ പോയി, എനിക്ക് ഭയങ്കര സങ്കടം, എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ട്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത്യാവശ്യം ഒരു കുറച്ച് പേരൊക്കെയാണ് ഇപ്പോൾ കാണുന്നുള്ളൂ, സബ്സ്ക്രൈബേഴ്സൊന്നും കിട്ടുന്നില്ല. അതുപോലെ വ്യൂവേഴ്സൊന്നും നമ്മുടെ എൻ്റെ അക്കൗണ്ടിൽ കണ്ടുകൊണ്ടിരുന്ന കുറച്ച് പേരുണ്ട്, അവർ മാത്രമാണ് കാണുന്നുള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഗൈസ്, എന്നെ ഒന്ന് സഹായിക്കണേ. ഇതാണ് ഇവിടുത്തെ ഇത് മുട്ടപ്പഴം എന്ന് പറയും കേട്ടോ ഈ മരത്തിൻ്റെ പേര്. നമ്മുടെ നാട്ടിലൊക്കെ മുട്ടപ്പഴം എന്നാണ് പറയണത്, ഇവിടെ എല്ലാവരും എന്താ പറയുന്നത് അറിയില്ല. ഇത് പിന്നെ ചാമ്പങ്ങ അല്ലല്ലോ, അമ്പഴങ്ങ. ഇതുണ്ടല്ലോ പെട്ടെന്ന് ഇതൊക്കെ ബഡാണ് കേട്ടോ. ഇതിനകത്ത് പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ അമ്പഴങ്ങൾ നല്ല പഴുത്ത് വരും, മഞ്ഞ കളറിൽ. എപ്പോഴും നമുക്ക് തിന്നാൻ പറ്റും. കണ്ടോ, ഇതിനകത്തിപ്പോൾ പൂത്തിട്ടേ ഉള്ളൂ കേട്ടോ. അതേ പൂട്ടാണ് കണ്ടോ, ആണോ? ഇത് അബിയു കേട്ടോ, അബിയു. ഞാൻ കണ്ടു ആ ചെറിയ ചാമ്പ. നമ്മുടെ അറബിപ്പഴമാണ് അബിയു ഉണ്ട്, നിറച്ചുണ്ടായിരുന്നു. മോള് വന്നപ്പോൾ എനിക്ക് കുറേ കൊണ്ടുപോയി തന്നായിരുന്നു വീട്ടിൽ. നന്നായിട്ട് കായ്ക്കുന്നുണ്ട് ഇതൊക്കെ എൻ്റെ മോൻ മേടിച്ച് വെച്ചതാണ് മരുമോൻ. ഇതിനകത്ത് ഒക്കെ എപ്പോഴും കായ്ക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന വേറൊരു ചാമ്പയാണ് കേട്ടോ. അതുണ്ട് അതിൻ്റെ ഇടയിലൊരു റോസ് കളറിലൊരു ചാമ്പ ഉണ്ടാണ്. നമ്മുടെ സാധാ ചാമ്പയല്ല അത്, ഇത് കോഴിക്കോടിൻ്റെ അപ്പുറത്തായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് ശരിക്കും പിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരു മുള്ളമ്പഴം നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ ക്യാൻസറിനൊക്കെ കൊടുക്കുന്നൊരു എന്തൊരു മുള്ളമ്പഴത്തിൻ്റെ പേരുണ്ടല്ലോ, അതാണ് കേട്ടോ അവിടെ പൂത്ത് നിൽക്കുന്നത്. ഈ സമയമായതുകൊണ്ട് എല്ലാത്തിൻ്റെയും പൂവിടുന്നുള്ളൂ. ഇതും ഒരു ചാമ്പയാണ് കേട്ടോ, ദിൽഹാരി ചാമ്പ എന്ന് പറയും. നമ്മുടെ ലോകത്തിലെ ഏറ്റവും കൂടിയ മധുരം കൂടിയ ചാമ്പയില്ലേ, അതാണ്. അതിവിടെ ഇപ്പോൾ ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ളൂ, പൂവിട്ടിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ.
പിന്നെ ഉണ്ടോ ബഡ് പ്ലാവാണ് നിൽക്കുന്നത്. പ്ലാവ് കാച്ചിട്ടില്ല, വെച്ചിട്ടുള്ളൂ. പിന്നെ ആ നിൽക്കുന്നത് ഈ മരത്തിൻ്റെ എല്ലാത്തിനും പേരറിയില്ല, പക്ഷെ എല്ലാത്തിലും നിറച്ച് ഉണ്ടായിട്ടുണ്ട്. ഇതും ഒരു ചാമ്പയാണ് കേട്ടോ. ഈ ചാമ്പയുടെ പേര് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ട്. ഈ ചാമ്പയുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതും ചാമ്പയാണ്, ഇതും പൂട്ടിട്ടുണ്ട് പതുക്കെ. ഇതൊക്കെ മേടിച്ച് വെച്ചിട്ട് ബഡായതുകൊണ്ട് മേടിച്ച് വെച്ചേ ഉള്ളൂ. 1 വർഷമാണേക്കും എല്ലാം കാച്ചു. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ആകെ ചാമ്പകൾ ഇപ്പോഴാണ് കാച്ചു തുടങ്ങിയത്. പിന്നെ ചെറുനാരങ്ങയാണ് കേട്ടോ ഇത്. വേണ്ട ചെറുനാരങ്ങ നല്ല മണമുണ്ട് കേട്ടോ ചെറുനാരങ്ങയ്ക്ക്. ഇത് നല്ല ചെറുനാരങ്ങ കുറേ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഇതൊരു സീസണിലാണ് ഇതിൻ്റെയൊക്കെ ഉണ്ടാവുന്നത്. ഈ ബഡായതുകൊണ്ട് ചില പല ഇതായിട്ടാണ് ഉണ്ടാകുന്നത്. എല്ലാ തരത്തിലെ മുളകുകൾ കണ്ടുണ്ടാവും. മുളകുകൾ, കൊക്കോ, പ്ലാവ്, ഈ 7 സെൻറ്റിൽ എന്തൊക്കെ വയ്ക്കാവോ അതെല്ലാം എൻ്റെ മരുമോനിനകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട്. റംബൂട്ടാൻ, അബിയു, മുട്ടപ്പഴം, ചാമ്പ പല സൈസുണ്ട്. ഇതൊക്കെ എല്ലാവരും കാണുവാണെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോസ് എനിക്ക് എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയത് അതിൽ ഇതായിട്ട് എനിക്കൊരു തിരിച്ച് വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കൊരുപാട് ലക്ഷ്യങ്ങളുണ്ട്. എൻ്റെ യൂട്യൂബിൽ നിന്ന് എനിക്കൊരു വരുമാനം കിട്ടണം എന്നൊരു ആഗ്രഹവുമുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അസ്സലാമു അലൈക്കും. ഹലോ ഗൈസ്, കണ്ടോ എല്ലാം നാരങ്ങ ബബ്ലൂസാണ് കേട്ടോ. ബബ്ലൂസ് നാരങ്ങ. എല്ലാ സ്ഥലത്തേക്കും നാരങ്ങ എന്താ പറയുന്നറിയില്ല. ഇവിടെ ബബ്ലൂസ് എന്നാണ് പറയുന്നത്. ഇതെല്ലാം കുറേ ഉണ്ടായി പഴുത്ത് കിടക്കുന്നുണ്ടോ, കുറേ ഉണ്ട് കേട്ടോ. ഈ മരം നിറച്ച് ബബ്ലൂസ് നാരങ്ങയാണ് കേട്ടോ. പക്ഷേ ഈ വീട്ടുകാരങ്ങനെ പറിക്കുകയൊന്നുമില്ല. എങ്കിലും നമുക്കൊക്കെ ആവശ്യത്തിന് പറിക്കാം, തിന്നുകയൊക്കെ ചെയ്യാം. അങ്ങനെ അപ്പോൾ ഇതാണ് കേട്ടോ ബബ്ലൂസ് നാരങ്ങയുടെ മരം. ബബ്ലൂസ് നാരങ്ങയ്ക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ ചാനൽ എനിക്ക് തിരിച്ച് കിട്ടണം. എൻ്റെ ചാനൽ എനിക്കുണ്ട്. എൻ്റെ പോയ വീഡിയോസൊന്നും ഇനി തിരിച്ച് കിട്ടില്ലല്ലോ. എങ്കിലും ഇനി ഞാനിടുന്ന വീഡിയോസ് എല്ലാവരും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചാനലൊന്ന് കയറി വരാൻ എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. എനിക്ക് വളരെ അത്യാവശ്യമായ കുറേ ലക്ഷ്യങ്ങളോട് കൂടി ഞാൻ തുടങ്ങിയ ചാനലായിരുന്നു. എൻ്റെ ചാനൽ പോയി, എനിക്ക് ഭയങ്കര സങ്കടം, എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ട്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത്യാവശ്യം കുറച്ച് പേരൊക്കെയാണ് ഇപ്പോൾ കാണുന്നുള്ളൂ. സബ്സ്ക്രൈബേഴ്സൊന്നും കിട്ടുന്നില്ല. അതുപോലെ വ്യൂവേഴ്സും നമ്മുടെ എൻ്റെ അക്കൗണ്ടിൽ കണ്ടുകൊണ്ടിരുന്ന കുറച്ച് പേരുണ്ട്, അവർ മാത്രമാണ് കാണുന്നുള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഗൈസ്, എന്നെ ഒന്ന് സഹായിക്കണേ. ഇതാണ് ഇവിടുത്തെ ഇത് മുട്ടപ്പഴം എന്ന് പറയും കേട്ടോ ഈ മരത്തിൻ്റെ പേര്. നമ്മുടെ നാട്ടിലൊക്കെ മുട്ടപ്പഴം എന്നാണ് പറയണത്. ഇവിടെ എല്ലാവരും എന്താ പറയുന്നത് അറിയില്ല. ഇത് പിന്നെ ചാമ്പങ്ങ അല്ലല്ലോ, അമ്പഴങ്ങ. ഇതുണ്ടല്ലോ പെട്ടെന്ന് ഇതൊക്കെ ബഡാണ് കേട്ടോ. ഇതിനകത്ത് പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ അമ്പഴങ്ങൾ നല്ല പഴുത്ത് വരും, മഞ്ഞ കളറിൽ. എപ്പോഴും നമുക്ക് തിന്നാൻ പറ്റും. കണ്ടോ, ഇതിനകത്തിപ്പോൾ പൂത്തിട്ടേ ഉള്ളൂ കേട്ടോ. അതേ പൂട്ടാണ് കണ്ടോ. പിന്നെ ഇത് നമ്മുടെ റംബൂട്ടാനാണ് കേട്ടോ. ഇപ്പോൾ റംബൂട്ടാൻ്റെ സമയമല്ല. ഇതെല്ലാം നന്നായിട്ട് കായ്ക്കുന്നതാണ് കേട്ടോ ഇവിടെ ഈ സമയത്ത്. ഇതെൻ്റെ കണ്ടോ ഇവിടുത്തെ കോഴിക്കൂടാണ് കേട്ടോ. കോഴിക്കുഞ്ഞുങ്ങൾ വളർത്തുന്നുണ്ട് കണ്ടോ, കോഴിക്കുഞ്ഞുങ്ങൾ നടക്കുന്നുണ്ടോ. പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇത് ചാമ്പയാണ് കേട്ടോ ഗൈസ്. ദേ അത് കൊക്കോയാണ്. എല്ലാ മരങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ, എല്ലാം ഉണ്ട്. എല്ലാ മരങ്ങളും ഉണ്ട്. ബഡാണ് കേട്ടോ എല്ലാം. ഇതുണ്ടോ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന കോഴിക്കൂടാണ്. കണ്ടോ എൻ്റെ മോൻ കോഴികളെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോന്, അവൻ വളർത്തുന്നതാണിത്. അതാണ് കോഴിക്കൂട്. കോഴികൾ ഇവിടെ ഇട്ട് വളർത്തും. ഇപ്പോൾ കുറേ കോഴികൾ ഈ അസുഖമായതുകൊണ്ട് മരിച്ചു പോയി. ഇനി ഒരു 5-8 കോഴിയേ ഉള്ളൂ. കുറേയൊക്കെ കൂട്ടിലുണ്ട്, കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇതേ കണ്ടോ, ഒക്കെ കോഴിയാണ് കേട്ടോ. പിന്നെ ബഡിൻ്റെ പ്ലാവാണ് നിൽക്കുന്നത്. ചക്ക ഈ പ്രാവശ്യം ഉണ്ടായിട്ടില്ല, അത് വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ നമ്മുടെ എന്താ ഒരു അറബിപ്പഴം ഉണ്ടല്ലോ,